നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത LK ഡയറ്റ് പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. LK ഡയറ്റ് പ്ലാൻ എല്ലാവരും ചോദിക്കും, മാഡം LK ഡയറ്റ് പ്ലാൻ തരുമോ, LK ഡയറ്റ് പ്ലാൻ തരുമോ? ഓൾറെഡി അതിൻ്റെ ഒരു നല്ല വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഏകദേശം 300-315 വീഡിയോസ് ആയിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു കഴിഞ്ഞ വർഷമോ അതിനങ്ങേ വർഷമോ ആണ്, അതായത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 വർഷമായി. അപ്പോൾ ആ സമയത്തെ ചെയ്തതാണ് ഈ LK ഡയറ്റ് പ്ലാൻ. LK ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കീറ്റോജനിക് ഡയറ്റ് പ്ലാനാണ്. ഇപ്പോൾ എല്ലാവരും കീറ്റോ ഡയറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ LK ഡയറ്റ് പ്ലാൻ കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നതെന്ന് വെച്ചാൽ, ഭക്ഷണം തന്നെ മരുന്നാകുന്ന വിദ്യ. അതാണ് നമ്മുടെ LK ഡയറ്റ് പ്ലാൻ. അപ്പോൾ ആ ഒരു LK ഡയറ്റ് പ്ലാൻ കൊണ്ട് തന്നെ എത്രയോ പേര് ഇൻസുലിൻ വരെ മാറ്റിയിട്ടുണ്ട്. അത് ടൈപ്പ് 2 ഡയബറ്റിക്സ് ആണേ, അല്ല ടൈപ്പ് 1 അത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ടൈപ്പ് 2 ഡയബറ്റിക്സ് വളരെയധികം പേഷ്യൻസ് എൻ്റെ LK ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് മരുന്നുകൾ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ച് പറയുന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. കമൻസ് അയക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭക്ഷണം എങ്ങനെയാണ് LK ഡയറ്റ് പ്ലാനിൽ മരുന്നാകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 6 നേരത്തെ ഭക്ഷണമാണുള്ളത്. 6 നേരം എന്ന് പറയുമ്പം രാവിലെ എണീക്കുമ്പം തന്നെ തുടങ്ങും. അപ്പോൾ 6 മണി മുതൽ വൈകിട്ട് ഏകദേശം 7 മണി വരെയാണ് നമ്മളുടെ ഭക്ഷണം. അത് വേണമെങ്കിൽ 6 മണിക്ക് വെച്ച് തന്നെ ചുരുക്കാം. പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് പോകുമ്പം അതിനേക്കാളും ഒരു വിൻഡോ കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ LK ഡയറ്റ് പ്ലാൻ ഒരു സാധാരണ രീതിയിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ 6 മണിക്ക് തുടങ്ങുന്നത് കരിഞ്ജീരക ചായ വെച്ചാണ്. കരിഞ്ജീരക ചായയുടെ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്കറിയാം. കൊളസ്ട്രോൾ, അമിതവണ്ണം, ഷുഗർ കുറയ്ക്കുന്ന ഒരു ചായ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷനിൽ ഒരു നല്ല വീഡിയോ കിടപ്പുണ്ട്, ഒരു വൈറലായ വീഡിയോ. അപ്പോൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെയും നമ്മളുടെ അടുക്കളയിലുള്ള ചില നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. ഒന്ന് കറുവപ്പട്ട, രണ്ടാമത് കരിഞ്ജീരകം, ഏലക്ക, ചുക്ക്, നല്ല ജീരകം, അതുപോലെ തന്നെ കുരുമുളക്, മഞ്ഞൾ, ഇവയെല്ലാം അതിനകത്തുണ്ട്. ഉലുവ, ഇവയൊക്കെ ചേർന്നിട്ടുള്ള ഒരു വളരെ നല്ല മണവും നല്ല ഗുണവുമുള്ള ഒരു ചായ. ഇതെല്ലാം കൂടെ വറുത്ത് പൊടിക്കണം. 100 ഗ്രാം കരിഞ്ജീരകത്തിന് 25 ഗ്രാം വീതമാണ് ബാക്കിയെല്ലാം എടുക്കേണ്ടത്. ഒന്നിച്ച് വറുത്ത് പൊടിച്ചിട്ട് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ 1 ടീസ്പൂൺ 1 ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട് ബ്രൂ ചെയ്ത് കുറച്ച് നേരം 5 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്ത് അരിച്ചു കുടിക്കുക. അപ്പോൾ അത് ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഒരിക്കലും മധുരം ഇടരുത്. അതേസമയം ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസിന്, ഇപ്പോൾ BP ഉള്ളവർക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഒക്കെ തന്നെയും ഇത് വെറുതെ അല്ല, കുറച്ച് കരിപ്പട്ടി ഇട്ട് ഓർഗാനിക് ആയിട്ടുള്ള ജാഗറിയോ കറുപ്പട്ടിയോ അല്ലെങ്കിൽ ഓർഗാനിക് ബ്രൗൺ ഷുഗറോ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇതാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അത് കീറ്റോജനിക് എന്ന് പറഞ്ഞാൽ തന്നെയും ടോട്ടലായിട്ട് കലോറിഫിക് വാല്യൂ, കലോറി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അന്നജത്തിൽ നിന്നും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ, അതായത് അന്നജം അടങ്ങുന്ന ഭക്ഷണങ്ങൾ നന്നായിട്ട് കുറയ്ക്കും. ഒരു 10-15% ഇടയ്ക്കേ ഉള്ളൂ ഒരു ദിവസത്തതിൽ. അപ്പോൾ അത് രാവിലെ ആകുമ്പം നമുക്ക് 1 ഇഡ്ഡലി, മാക്സിമം 2 ഇഡ്ഡലി അത് എടുക്കുക. അതോടൊപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ കോളിഫ്ലവറോ അല്ലെങ്കിൽ കുറച്ച് പയറോ കടലയോ ഗ്രീൻ പീസോ വെച്ചിട്ടുള്ള കറികൾ തയ്യാറാക്കി കഴിക്കുക. അതോടൊപ്പം ഒരു ജ്യൂസ്, ഏതെങ്കിലും നമ്മൾ വെജിറ്റബിൾ ജ്യൂസ് കുടിക്കാം. അത് 11 മണിക്കും ഒരു വെജിറ്റബിൾ ജ്യൂസ് കുടിക്കാം. അത് ഇതിനോടൊപ്പം കുടിക്കാം. അതേസമയം നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലോ മുട്ടയാണ്. 2 മുട്ടയുണ്ട്. 2 മുട്ടയും അതിനോടൊപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് മസ്റ്റാണ് എല്ലാവരും. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് കറിയുടെ കൂടെ വെർജിൻ കോക്കനട്ട് ഓയിൽ 10 ml, ആദ്യം തുടക്കത്തിൽ 5 ml മതി, അത് കഴിഞ്ഞ് 10 ml. ഇതിൻ്റെയൊക്കെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും കൊടുത്തുകൊണ്ട് നമ്മൾ ഈ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ പറഞ്ഞ മനസ്സിലായല്ലോ. ഈ ഒരു കാർബോഹൈഡ്രേറ്റ് ഇതിനകത്ത് വെറും 1 ഇഡ്ഡലി എന്ന് പറയുമ്പം അത് വെറും 80 കലോറിയേ വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം, അപ്പം വലിയതായിട്ട് പ്രശ്നങ്ങളില്ല. ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജാണ്. ചെറിയതായിട്ടൊരു അമിതവണ്ണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, അല്ലാതെ വലിയ വണ്ണം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ചെറുതായിട്ടൊരു ഓവർ വെയ്റ്റ്, അതല്ലെങ്കിൽ ചെറിയതായിട്ടൊരു ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഇവർക്കൊക്കെ ഇത്രയും അന്നജം കഴിക്കാം. എന്നാൽ ഗ്രേഡ് 3 ഫാറ്റി ലിവർ ഗ്രേഡ് 3 ആവട്ടെ, അല്ലെങ്കിൽ ഡയബറ്റിക്സിന് ഇൻസുലിൻ എടുക്കുന്നവരാവട്ടെ, ഇതിനേക്കാൾ കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇഡ്ഡലി മാക്സിമം മാറ്റിക്കൊണ്ട് കുറേ വെജിറ്റബിൾസും അതുപോലെ തന്നെ മുട്ടയും അതുപോലെ ഒരു ലൈം ജ്യൂസും മാത്രമായിട്ട് നിൽക്കാം. അതോടൊപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ.
ഓയിൽ. 11 മണിക്ക് നമുക്ക് ഒരു നല്ല ഒരു വെജിറ്റബിൾ ജ്യൂസ് 3-4 തരം അതിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് ടൊമാറ്റോ മിക്സിയിൽ അടിച്ച് ലേശം ഇഞ്ചിയും ചേർത്ത് കഴിക്കാം. അല്ലെങ്കിൽ ബീട്രൂട്ടും ടൊമാറ്റോയും കൂടെ അടിച്ചിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഉലുവ വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ചിട്ട് ആ ഉലുവയുടെ വെള്ളം എടുത്ത് അത് ലേശം നാരങ്ങാ നീര് ചേർത്ത് കുടിക്കാം. അങ്ങനെ പലതരം വെജിറ്റബിൾ ജ്യൂസുകൾ അവൈലബിൾ ആണ്. ഇവയൊക്കെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം മരുന്നാകുന്ന വിദ്യ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഭക്ഷണമല്ലേ നമ്മൾ മരുന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ്, ആൻറ്റി ഹൈപ്പർടെൻസീവ്, അതായത് BP കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഫാറ്റ് ലിവർ കുറയ്ക്കാനും എല്ലാം പര്യാപ്തമായ വളരെയധികം പോഷകങ്ങളുടെയും ഔഷധങ്ങളുടെയും കലവറയാണ് ഇതെല്ലാം. അപ്പോൾ ഭക്ഷണം മരുന്നാവുന്നു എന്നുള്ള ആ ക്യാപ്ഷൻ കറക്റ്റല്ലേ? പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കുന്നത് ഇങ്ങനെ ഓർത്താൽ മതി, ഈ ഒരു കൈപ്പിടി ചോറ്, അത് ഓർഗാനിക്, കഴിയുന്നത് നല്ല തവിടുള്ള അരിയുടെ ചോറ്. അതോടൊപ്പം ഇത്രയും മീനോ ഇറച്ചിയോ കഴിക്കാം. അത് നാടൻ കോഴിയിറച്ചി, നാടൻ കോഴിമുട്ട എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇത്രയും കഴിക്കാം. അതോടൊപ്പം തന്നെ ഇത്ര സാലഡ്സ്, എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത്ര സാലഡ്സ്, ഇത്ര മീൻ അല്ലെങ്കിൽ ഇത്ര നോൺ വെജ്, അതല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന രീതിയിൽ പ്ലാൻ പ്രോട്ടീൻ, നമ്മൾ പയറോ കടലയോ ഒക്കെ മുളപ്പിച്ച് അത് നമ്മൾ തോരനാക്കി ഒക്കെ കഴിക്കുക. അതോടൊപ്പം ചോറ് ഇത്രയും. പിന്നെ മറ്റുള്ള കറികളൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. കറികളിൽ എല്ലാം തന്നെയും അധികം കാലോറി ഇല്ലാത്തതായിരിക്കണം. അത് കിഴങ്ങ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ കുഴപ്പമില്ല, മറ്റ് ഉരുളക്കിഴങ്ങ്, മറ്റുള്ള ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ നമ്മുടെ കായയുടെ തൊലിയാണ് നല്ലത്. ഇവയൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഒഴിവാക്കണം. കഴിയുന്നതും കന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇലക്കറികൾ ധാരാളം എടുക്കുക. നിറയെ നാരുകളുള്ള നമ്മുടെ നാടൻ പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പടവലങ്ങ, പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതന, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും എല്ലാ ദിവസവും മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ വൈകിട്ട് 4 മണിയാകുമ്പോഴത്തേക്കാണ് നട്ട്സിൻ്റെ സമയം. നട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം വലിയ ലോ ബഡ്ജറ്റിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കപ്പലണ്ടി ആവാം, പൊരികടലയാവാം. ഇത് രണ്ടും വളരെ നല്ലതാണ്. അത് ഇത്ര ഒരു 10-20-25 ഗ്രാം കപ്പലണ്ടിയും 20-25 ഗ്രാം പൊരികടലയും ഒരു കരിഞ്ജീരക ചായയും കൂടെ നമുക്ക് ഈവനിങ് ആക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ വയറ് നിറയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സാലഡ് എന്തെങ്കിലും ആ സമയത്ത് എടുക്കുക. സാലഡ് പല രീതിയിലുള്ള സാലഡ്സ് നിറയെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഫാറ്റ് ബേണിംഗ് റെസിപ്പീസ്, അല്ലെങ്കിൽ ആൻറ്റി ഡയബറ്റിക് റെസിപ്പീസ്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ റെസിപ്പീസ്, ഇവയെല്ലാം നിങ്ങൾക്ക് ഈ ഡയബറ്റിക് പേഷ്യൻസിനും ഇങ്ങനെയുള്ള എല്ലാ ഫാറ്റി ലിവർ പേഷ്യൻസിനും ഒക്കെ അനുയോജ്യമായതാണ്. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കോ നമുക്ക് നല്ല ഒരു കഞ്ഞി ഉണ്ട്. കഞ്ഞി തന്നെ 3-4 തരം കഞ്ഞിയുണ്ട്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം 15 ഗ്രാമാണ്. 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അന്നജം, അതായത് അരിയോ തവിടുള്ള അരിയോ അതല്ലെങ്കിൽ റാഗി, കൂവരകോ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സോ എടുക്കാം. ഇവയൊക്കെ തന്നെയും ഒരു 30 ഗ്രാം പയറെടുക്കാം, അല്ലെങ്കിൽ കടല എടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് എടുക്കാം. അതോടൊപ്പം ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉലുവ, അതുപോലെ അമരപ്പയർ, കോവയ്ക്ക, ഇത്രയും കൂടെയാണ് കുക്കറിലിട്ട് വേവിക്കേണ്ടത്. ഇത് കഞ്ഞിയാണ്, പ്രമേഹ കഞ്ഞി. ഇതിൽ കിടപ്പുണ്ട്, അതും ഒരു വൈറലായ വീഡിയോ ആണ്. പ്രമേഹ കഞ്ഞി എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കഞ്ഞിയാണ്. ഇത് കുടിച്ചിട്ട് എത്രയോ ആൾക്കാർ പറഞ്ഞ് രാത്രി ഞങ്ങളുടെ ഷുഗർ ലെവൽ രാവിലെ എണീറ്റപ്പോൾ വളരെ നോർമലായി. ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രമേഹ കഞ്ഞി കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും, ഇപ്പോൾ കഞ്ഞി തന്നെ വേണമെന്നില്ല, അതിന് പകരം പക്ഷേ കഞ്ഞി കഴിക്കുന്നതിനോടൊപ്പം സാലഡ് മസ്റ്റായിട്ടൊരു 250 ഗ്രാം കഴിക്കണം. അതിനകത്ത് കുറച്ച് വെർജിൻ ഓയിലും ഒഴിക്കണം. അതോടൊപ്പം ഫിഷോ ചിക്കനോ നോൺ വെജിറ്റേറിയൻസിന്, മറ്റുള്ളവർക്ക് പയറോ കടലയോ ആവാം. അപ്പോൾ ഇങ്ങനെ വളരെ കഴിയുന്നത് നിങ്ങൾ ഈ അന്നജം കുറച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എനർജി ലെവൽ തന്നെ എത്ര ഉണ്ടാവുമെന്നറിയാമോ? നല്ല വ്യത്യാസം വരും. ഈ മൊത്തത്തിൽ നിങ്ങൾ ഒരു ടോട്ടൽ കലോറിഫിക് വാല്യൂ ഒരു 10%, 10%, 15%, അല്ലെങ്കിൽ മാക്സിമം 20% നിർത്തണം ഒരു ദിവസത്തെ കലോറി. ഒരു ദിവസം നമുക്കൊരു മാക്സിമം ഒരു നോർമൽ പേഴ്സണ് ഒരു 1000-1500 കലോറിയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർ അതൊരു 100-150 കലോറിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അത് അന്നജത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തന്നെയാണ്
ഈ ഭക്ഷണം മരുന്നാകുന്ന വിദ്യ. ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മരുന്നുണ്ടോ? മരുന്നുകളില്ല. പക്ഷേ ഭക്ഷണത്തിനകത്തിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ഫൈബറും വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ് ഇവിടെ മരുന്നാകുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണമാണ് മരുന്ന്. ബട്ട് യു ഷുഡ് ടേക്ക് ഫുഡ് ഇൻ ദ ഫോം ഓഫ് മെഡിസിൻ, ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് പോയിസൺ. നമ്മൾ ഭക്ഷണം മരുന്നിൻ്റെ രൂപത്തിലെടുക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അളന്നു കുറിച്ച് ഗുളിക രൂപത്തിലെന്നല്ല. അതിനകത്തുള്ള എസൻസ് എല്ലാം നമ്മൾ കഴിക്കുക, അത് വേണം. ശരീരത്തിന് വെയിറ്റ് കുറയാനും ഫാറ്റ് ലിവർ കുറയാനും ഷുഗർ കുറയാനും എല്ലാം തന്നെയും മരുന്നിന് പകരം ഭക്ഷണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ, അതാണ് ഞാൻ കീറ്റോജനിക് ഡയറ്റിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് LK ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് അതിൻ്റെ ഈ ലിങ്ക് കൂടെ ഇട്ടേക്കാം. അത് നിങ്ങൾക്ക് കണ്ടിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിനബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എളുപ്പമാണ്. അതുകൂടെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ കൺട്രോൾ ആവുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നമ്പർ മുകളിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക്, പിന്നെ എൻ്റെ പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മനോരമ ബുക്സ് പബ്ലിഷ് ചെയ്ത ബുക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ ഈ ഭക്ഷണം മരുന്നാകുന്ന വിദ്യയെന്ന് നേരത്തെ ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ്, കുറച്ചുകൂടെ വിശദമായിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.